ചാലക്കുടിയിൽ ബെന്നി ബെഹനാന് ഇത് രണ്ടാം ഊഴമാണ്. ബെന്നി ബെഹനാൻ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ചാലക്കുടിയിൽ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നു. വിജയപ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ്? ചാലക്കുടിയിൽ രണ്ടാമത് മത്സരിക്കാൻ അവസരം തന്നത് ഞാൻ ആദ്യം പാർട്ടിയോട് സന്ദേഹപ്പെടുന്നു. പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ മത്സരത്തിന് ഇറങ്ങുന്നത്. 5 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ സംതൃപ്തി എനിക്കുണ്ട്. ഈ നാട് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്നേഹിതന്മാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടികയാണ്. കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്നു. തൃശ്ശൂരിൽ സിറ്റിംഗ് എം പി തന്നെ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം. അപ്പോൾ കോൺഗ്രസ് തന്നെ സിറ്റിംഗ് എം പിയായ ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടി പറ്റുന്ന പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയല്ല എന്നൊരു സന്ദേശം ഈ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ നൽകുകയാണ് എന്ന് സ്വാഭാവികമായും ഇടതുപക്ഷം വിമർശനം ഉന്നയിക്കും. അതിനെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ UDF മറികടക്കുക? ഒരിക്കലുമല്ല. ശ്രീ പ്രതാപൻ കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായി അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തരുത് എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ട വ്യക്തിയാണ്. അത് പാർട്ടി തലത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വയനാട് വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ നേതൃത്വ പരിശീലന ക്യാമ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ മാറ്റി വേറൊരാൾ സ്ഥാനാർത്ഥിയാകണം. അദ്ദേഹം അയോഗ്യനായതുകൊണ്ടല്ല, ചില ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ടാകും. അദ്ദേഹം അതുകൊണ്ട് തന്നെ പറഞ്ഞു ഈ വരാൻ പോകുന്ന മത്സരത്തിൽ മറ്റൊരാൾ സ്ഥാനാർത്ഥിയാക്കണം, എല്ലാ പിന്തുണയുമുണ്ട്. അതുകൊണ്ടാണല്ലോ ശ്രീ പ്രതാപൻ തന്നെ ശ്രീ മുരളിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി വരികയും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുന്നത്. മാറ്റി നിർത്തിയതല്ല, അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി എടുത്തിന് തീരുമാനമാണ്. പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസമാണ് BJP ചേരുന്നത്. അപ്പോൾ BJPയിൽ പത്മജ വേണുഗോപാൽ പോയ ഒരു സാഹചര്യം അത് ഏതെങ്കിലും തരത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു? അതൊന്നും കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ ഒരു ഘടകമല്ല അതൊന്നും. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. കോൺഗ്രസിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പോകുന്നവരുടെ ഭാവി പോകുന്നുള്ളതല്ലാതെ കോൺഗ്രസിനൊന്നും സംഭവിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാൻ എത്തുകയാണ്. അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. സ്വാഭാവികമായും ഇവിടെ ആലപ്പുഴയിൽ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം രാജ്യസഭാംഗത്വം രാജിവെക്കേണ്ടി വരും. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. BJPക്ക് ആ സീറ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ CPMനെ പരാജയപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാന അജണ്ട. BJPക്ക് ഒരു സീറ്റ് ലഭിച്ചാലും പ്രശ്നമില്ല. അങ്ങനെ ഒരു സന്ദേശമല്ലേ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ നൽകുന്നത്? ഒരു വ്യാഖ്യാനവും വേണ്ട. കാരണം KC വേണുഗോപാൽ 2-3 വട്ടം ആലപ്പുഴയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴ സീറ്റ് വീണ്ടെടുത്ത് കോൺഗ്രസിൻ്റെ ഒരു സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. രാജസ്ഥാനിൽ BJP ഒരു സീറ്റ് വർദ്ധിപ്പിക്കുന്നു. അതൊരു തെറ്റായൊരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നത്. ഒരു സന്ദേശമൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എല്ലാ സീറ്റും 20 സീറ്റും ഞങ്ങൾ ജയിക്കണമെന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ ആവശ്യമാണ്. അതുകൊണ്ട് ശ്രീ KC വേണുഗോപാൽ മത്സരിക്കുന്നു. KPCC അധ്യക്ഷൻ K സുധാകരൻ മത്സരിക്കുന്നു കണ്ണൂരിൽ. ചിന്തൻ ശിവറിൻ്റെ ധാരണ ഒരു ആൾക്ക് ഒരു പദവി എന്നുള്ളതാണ്. KPCC അധ്യക്ഷൻ തന്നെ അവിടെ മത്സരിക്കുമ്പോൾ അതിലെ തീരുമാനം തന്നെ നടപ്പാകാത്തൊരു സാഹചര്യമല്ല ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ? അല്ല, അങ്ങനെയൊന്നും ഒരു വ്യാഖ്യാനമൊന്നും ഇല്ല. KPCC പ്രസിഡന്റ് മത്സരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം മത്സരിച്ച സീറ്റാണത്, അദ്ദേഹം ജയിച്ച സീറ്റാണ്. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ആ സീറ്റ് വിജയിക്കാനുള്ള സാധ്യതകൾ ഞങ്ങൾ കൊടുക്കും. അവിടെ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ബഹുമാനായ ശ്രീ സുധാകരനാണ്. മത്സരിക്കുന്ന സമയത്ത് KPCയുടെ ചുമതല അദ്ദേഹം MMS കൈമാറിയിട്ടുണ്ട്. ബെന്നി ബെഹനാനാണ് തെരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷയും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടും വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശീൻ, റിപ്പോർട്ടർ, കൊച്ചി.